നമസ്കാരം. സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് പൊതുവെ എപ്രകാരമായിരിക്കും എന്നാണ് പറയുന്നത്. മകം, പൂരം, ഉത്തരത്തിൽ കാൽ ഇവ ചേർന്ന് ചിങ്ങക്കൂറുകാർക്ക് ഗുണദോഷ സമമായ ഒരു കാലഘട്ടമാണ് ഈ സെപ്റ്റംബർ മാസം. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ധനപരമായ എല്ലാ ഇടപാടുകളും നോക്കി ചെയ്യുക. പണമിടപാടുകളിൽ അശ്രദ്ധ ഉണ്ടായിരിക്കാൻ പാടില്ല. ഈ കൂറുകാർ ഏതെങ്കിലുമൊക്കെ കാര്യത്തിന് പണം ഇൻവെസ്റ്റ് ചെയ്ത് പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പഠിച്ച് ചെയ്യേണ്ട ഒരു സമയമാണ് ഇത്. കുടുംബപരമായ കാര്യങ്ങളിൽ വളരെ ശാന്തതയോടെയും ശ്രദ്ധയോടെയും എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകണം. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ ഉണ്ടായിരിക്കുക. മനസ്സിന് ടെൻഷനോ പിരിമുറുക്കമോ ഉണ്ടാകാതെ വേണ്ട കരുതൽ എടുക്കുക. ധ്യാനം, യോഗ ഇതൊക്കെ ശീലിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും. കൃത്യനിഷ്ഠയോടുകൂടിയ പ്രാർത്ഥനകൾ, ജപങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യുന്ന കാലഘട്ടമാണ് ഇത്. പുതിയ സംരംഭങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ചു പഠിച്ച് ചെയ്യുക. കുട്ടികൾ വിദ്യാഭ്യാസ കാര്യത്തിൽ കുറെ കൂടി സൂക്ഷ്മത കാണിക്കുന്നതാണ് നല്ലത്. കച്ചവടക്കാർക്ക് നഷ്ടങ്ങളുടെ ഒരു സാധ്യത ഉള്ളത് കൊണ്ട് വളരെ കരുതലോടുകൂടി ഇടപാടുകളെല്ലാം നടത്തണം. നിങ്ങളുടെ ബിസിനസ് രംഗത്തെപ്പറ്റി കൂടുതൽ ഡീപ്പായി പഠിച്ച് മനസ്സിലാക്കി വേണ്ട പ്രവർത്തനം ചെയ്യുക. നിങ്ങളുടെ കർമ്മരംഗം കുറച്ചുകൂടി വിപുലീകരിക്കാൻ ശ്രമിക്കുക. കസ്റ്റമർമാരെല്ലാവരോടും നല്ല ബന്ധം പുലർത്തുവാൻ ശ്രമിക്കുക. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വിവാഹ ആലോചനകളിൽ കാലതാമസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശ്രമം തുടരുക. കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ശരിയായി ആലോചിച്ച് മനസ്സിലാക്കി ശ്രദ്ധയോടെയും ശാന്തതയോടെയും ഇടപെടണം. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വളരെ പ്രധാനമായിട്ട് ഈ സെപ്റ്റംബർ മാസത്തിൽ പറയാനുള്ള ഒരേ ഒരു മുഖ്യ കാര്യം, നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധ പാലിക്കുക. അവനവന്റെ അശ്രദ്ധ കൊണ്ട് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ സാധ്യതയുള്ള കാലഘട്ടമാണ്. അത് ഒഴിവാക്കണം. സമഗ്രമായ രാശിചിന്തയിലൂടെ ഉചിത പ്രതിവിധികൾ കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. കാരണം നിങ്ങളുടെ ആരൂഢ സംബന്ധമായി ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് പ്രതിവിധി കാണണം. കുടുംബക്ഷേത്രങ്ങളോ മറ്റ് ദേവസ്ഥാനങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യത്തിലും ശരിയായി ചിന്തിച്ചു പരിഹാരം കാണണം. അങ്ങനെ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോയാൽ ഈ സെപ്റ്റംബർ മാസം എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്ത് ഗുണകരമാക്കി എടുക്കാം.